ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. കേരളത്തിലെ മാധ്യമങ്ങളോ ഇന്ത്യയിലെ തന്നെ മാധ്യമങ്ങളോ മോദി വിരുദ്ധരോ അതല്ലെങ്കിൽ സത്യം തിരിച്ചറിയാൻ താല്പര്യമില്ലാത്തവരോ ഇത് കാണിക്കത്തില്ല. എക്സാം എഴുതിയ കുട്ടികൾ സെലിബ്രേറ്റ് ചെയ്യുന്ന വീഡിയോ ആണിത്. എക്സാം എഴുതിയ കുട്ടികൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. സത്യം എന്നായാലും പുറത്തു വരും. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. മൂടി വയ്ക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും. സത്യം അതൊരിക്കലും മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല. അത് തീർച്ചയായിട്ടും പുറത്ത് വരിക തന്നെ ചെയ്യും. ഈ CJP പാർട്ടി ഉണ്ടാക്കിയ അതിൻ്റെ വക്താവിനെ അവന്മാർ തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞു. CJP से फायर कर दिया गया. कैसा लगा? सच बताऊं तो दिल टूट गया. ഇനി വരും ദിവസങ്ങളിൽ ഇവരുടെ പ്രൊപ്പഗണ്ട എന്തായിരുന്നു ഇവന്റെ വായിൽ നിന്ന് തന്നെ വരും. കാരണം അവനെ പുറത്താക്കിയിരിക്കുന്നു. വേറൊരുത്തൻ ദാണ്ട മാപ്പ് പറയുന്നു. തെരുവിൽ കുട്ടികൾ തല്ലുവാങ്ങുമ്പോൾ, കുട്ടികളല്ല ചെറുപ്പക്കാർ, തെറ്റിദ്ധാരണ പുറത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയ. ഞാനൊക്കെയുള്ള കാലഘട്ടത്തിൽ 90s 80s ഒക്കെ നമുക്ക് പത്രവാർത്തയിലൂടെയോ അല്ലെങ്കിൽ TV ദൂരദർശനയുടെ വാർത്തകളിലൂടെ മാത്രമേ നമുക്ക് കഴിയൂ. അപ്പം നമ്മുടെ കൂടെയുള്ള പാർട്ടിക്കാർ പറയും ഇന്നതുപോലെ ഒരു പ്രശ്നം നടന്നു, നമ്മൾ ഇങ്ങനെ പ്രതിഷേധിക്കണമെന്ന്. അന്ന് പോലീസിനെതിരെ കല്ലെറിയാനോ അതല്ലെന്നുണ്ടെങ്കിൽ തല്ലി തകർക്കാനോ ഒന്നുമല്ല, പ്രതിഷേധിക്കാൻ പോകാറുണ്ട്. ബസ് സമരം വരുമ്പോൾ പ്രതിഷേധിക്കാറുണ്ട്, ടിക്കറ്റിൻ്റെ ഫെയർ കൂട്ടുന്ന സമയത്ത് പ്രതിഷേധിക്കാൻ പോയിട്ടുണ്ട്, സമരം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയെ നമ്മുടെ ഇന്നത്തെ കുട്ടികളെ വളരെ ഈസി ആയിട്ട് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഇവരുടെ ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ട് നടന്നതാണിത്. നീറ്റ് എന്ന ഒറ്റ പേരും പറഞ്ഞിട്ട് ഇവന്മാരൊക്കെ കാണിച്ചു കൂട്ടിയ തൊന്തയിലായ്മ തോന്നിവാസവും ഇനി പുറത്തേക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. കാരണം കള്ളം മൊത്തം ലോകം മൊത്തം വ്യാപിച്ചതിന് ശേഷമേ സത്യം പുറത്തേക്ക് വരും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി ഓരോന്നോരോന്നായിട്ട് നിങ്ങളിലേക്ക് പുറത്തേക്ക് വരും. ജൻസികളോട് പുറത്തിറങ്ങാൻ പറഞ്ഞ അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് അവിടെ പിള്ളേർ അടിപൊളിയാണ്. അവിടെ പേപ്പർ ലീക്കായി, കുട്ടികൾ പരീക്ഷ എഴുതിയതിൻ്റെ ഫാർമയുടെ ടെസ്റ്റ് എഴുതിയതിൻ്റെ ചോദ്യപേപ്പർ ലീക്കായി. അതുവല്ലം ആരെങ്കിലും പറയുമോ? പറയത്തില്ല. അതിൻ്റെ കാരണം എന്താ? പറഞ്ഞാൽ പോയി. ഇനിയും സത്യം ഇനിയും ഓരോന്നോരോന്നായിട്ട് പുറത്തു വരും. CJP എന്ന് പറയുന്നത് AAP ആണ്, ആപ്പാണ്. ആപ്പ്, ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ള ആപ്പ്. അതിനകത്ത് കോൺഗ്രസ്സുകാർ ചെന്ന് ചാടിക്കൊടുക്കരുത്. ചാടിക്കൊടുത്താൽ അവന്മാർ നിങ്ങൾക്ക് പണ്ട് തന്ന ആപ്പ് വീണ്ടും ഒന്നുകൂടെ തരും. എന്തായാലും സത്യം പുറത്തു വരുന്നതിനകത്ത് സന്തോഷം. വീണ്ടും വെയിറ്റ് ചെയ്യുകയാണ് യഥാർത്ഥ സത്യങ്ങൾ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇനിയും വരില്ലേ ഇതുവഴി.